ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കവുങ്ങിൻ്റെ പട്ട. ഇതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. നമ്മളെ മുറ്റമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ മുറ്റത്ത് നല്ല കാട് വീഴുന്നത് കാരണം മുറ്റടിക്കണം. അപ്പോൾ ഈ മുറ്റത്താണെങ്കിൽ തൂത്ത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ചെറിയ ചെറിയ നമുക്ക് മുരിങ്ങ ഉള്ളത് കൊണ്ട് മുരിങ്ങയുടെ ഇലയൊക്കെ വീണാൽ വലിയ പാടാണ് അടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇന്ന് വലിയൊരു ടാസ്ക് എടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, കുറച്ച് പട്ടയുടെ ചൂലുണ്ടാക്കിയാലോ. അപ്പം ഞാനിതാ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇതൊരു വീഡിയോ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, എൻ്റെ കഴിവുകൾ നിങ്ങളും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ വീട്ടിൽ എന്താ പറയുക, നമുക്ക് വീട്ടിലിങ്ങനെ ചൂല് മടയാനും ഓല മടയാനും നെല്ലിൻ്റെ ഈ ഞാട്ടിപ്പണിക്കൊക്കെ ആൾ വരുവേ. പിന്നെ വീട്ടിൽ നിന്ന് അതിൻ്റെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ കണ്ട് വളർന്നതാണ്. ഞാനൊരു 90 കിഡാണേ. അപ്പം 90s തന്നെ ആ കാലത്തൊക്കെ നമുക്ക് എന്താ പറയുക, വീട്ടിൽ കൊയ്ത്തുത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരു സെക്ഷൻ എന്താ പറയുക, ഒരു ഓല മടയലിൻ്റെ ഒരു കാലമായിരുന്നു. ആ സമയത്ത് വീട്ടിൽ നിറയെ ആളായിരിക്കും. എന്താ പറയുക, ഓരോരോ പറമ്പിലും ആളും കാര്യങ്ങളും മടയുന്നുണ്ടാവും. അത്രയും ഓല വേണം നമുക്ക്. ആ സമയത്ത് ഓലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. എല്ലാ വീട്ടിലും എന്താ പറയുക, ഓല കൊത്തും, എന്നിട്ട് ഓല മടയലൊക്കെ ആയിരിക്കും. അപ്പം പണിക്കാർ കുറേ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പോയി കളിക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. പിന്നെ നെല്ലിൻ്റെ പണിയാകുന്ന സമയത്താണെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്ക് വയലിൽ പോവാം, നെല്ല് കൊയ്യുന്ന അവിടെ പോയി നിന്നിട്ട് പിന്നെ അവർ കൊയ്യുന്നത് കണ്ടിരിക്കുക. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ സഹായങ്ങൾ, അതായത് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുക. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ മരിച്ചുപോയ അച്ചാച്ചനെ ഓർമ്മിച്ച് പോവുകയാണ്. കാരണം അച്ചാച്ചനാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മുൻകൈ എടുത്ത് നടത്തുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നുക. ഈ ഒരു 2 വർഷം മുന്നേ അച്ചാച്ചൻ വിട്ടുപോയി, ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. 2ാമത്തെ വർഷം ആവാൻ പോവുകയാണ്. ഓഗസ്റ്റ് ആയിക്കഴിഞ്ഞാൽ 2 വർഷമാവും. അപ്പോൾ അച്ചാച്ചനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അപ്പോൾ ചൂല് മടയാൻ വന്ന ഞാൻ കഥ പറഞ്ഞ് അങ്ങ് എത്തിപ്പോയി എന്ന് തോന്നുന്നു. മടയുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ മടയുന്നതെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇടയിലൂടെ ഇട്ട് മടഞ്ഞ് എടുക്കുന്നത് കൊണ്ടാണ് ചൂല് മടയൽ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ പറയാം, ചൂല് ഉണ്ടാക്കുക, അങ്ങനെന്താ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം. ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ പറഞ്ഞതേ ഉള്ളൂ. അറിയില്ല, നിങ്ങൾ അങ്ങനെയല്ല പറയുന്നതെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങ് ക്ഷമിച്ചേക്കുക. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ് പറയേണ്ടത്, പിന്നെന്താണ് ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ടാവും. കാരണം നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് സംസാരിക്കുന്നതോ അങ്ങനെയൊന്നല്ല. ലോൺ വോയിസ് കൊടുക്കുമ്പോൾ എന്താണോ പറയാൻ തോന്നുന്നത് അതിങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വരുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കാം. അപ്പോൾ കുട്ടിക്കാല ഓർമ്മകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ലൊരു രസമുള്ളൊരു കാലമായിരുന്നു അത്. ഇന്ന് അങ്ങനെയുള്ളൊരു കാലമോ അല്ലേ അങ്ങനത്തെ ഒരു തരത്തിലുള്ളൊരു കാര്യങ്ങളോ ഇന്നില്ല. രാവിലെ ആവുന്നു, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു, അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് TV കാണുന്നു. ഇതൊക്കെ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് കളിക്കാൻ കുറേ സമയമുണ്ട്. പിന്നെ സ്കൂളിലെത്തുന്നവരെ നമുക്ക് കൗതുകങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വീടിൻ്റെ മുന്നിൽ വണ്ടി വരും, അതിൽ കയറിപ്പോവും, സ്കൂളിലെത്തും, പഠിക്കും, തിരിച്ചിറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ മടഞ്ഞ് വെച്ചതിൻ്റെ ഫൈനൽ ലുക്കാണിത്. 2 ചൂല് മടയുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. കഥ പറഞ്ഞിട്ട് അങ്ങ് ഇതായിപ്പോയി. 2ാമത്തത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയാണ് കുട്ടികളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ. എന്നുവെച്ചാൽ ഓർമ്മിക്കാനൊന്നും ഉണ്ടാവില്ല. വണ്ടി കയറിപ്പോവും, അവർ സ്കൂളിലെത്തും, പഠിക്കും, തിരിച്ചു വരും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും TV കാണും. കളിക്കാനൊന്നും അങ്ങനെ പോകാനൊന്നും കുട്ടികൾക്ക് എന്താ പറയുക സമയം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ മോളെ കാര്യം ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ TV കുറച്ചിട്ടിപ്പം സൈക്ലിങ്ങും കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവളെ അങ്ങനെ ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ എത്രയായാലും നമുക്ക് ആ പഴമയിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ എന്തായാലും പറ്റത്തില്ല. കാരണം അന്നത്തെ കാലം അത് വേറെ തന്നെ ഒരു സുഖമുള്ളൊരു ഓർമ്മയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും രസമായിരുന്നു കുട്ടിക്കാലത്തെ പറ്റി ഓർക്കാനും കാര്യങ്ങളൊക്കെ. ഇത്രയും ഞാൻ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ഒരു കൗതുകത്തോടെ അത് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ നല്ല നല്ല ഓർമ്മകൾ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ പറയാൻ കഴിയുന്നത്. നിങ്ങളും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും പല കാര്യങ്ങളും പറയാനും ആക്കാനൊക്കെ. പക്ഷേ നമ്മളെന്താ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന് സംസാരിക്കുന്നില്ല, വേറൊരു
ഫോണിൽ നോക്കിയിരിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. ഫോണിൽ നിങ്ങൾ നോക്കിയിരുന്നാലാണ് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ അത് കണ്ടില്ലേ, ഫൈനലായിട്ട് ഞാൻ ആ ഒരു പട്ടയിൽ ഇങ്ങനെ കുടുക്കി വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റുമുള്ള ഇടങ്ങളിലൂടെ ഇങ്ങനെ ടൈറ്റാക്കി എടുക്കുകയാണ്. വളരെ സിമ്പിളായൊരു കാര്യമാണ്. എനിക്ക് കുറച്ച് കഥയും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് സംസാരിച്ചിരിക്കണ്ടേ, അതിനും കൂടെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു 5ഓളം ചൂല് മടഞ്ഞെടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടേ ആണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വീട്ടിൽ മുറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഒരു സൈഡും കൂടെ ഇടാനുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണം, കല്ല് വേണം. അതുകൊണ്ട് പണിക്കാർ വന്നിട്ടില്ല. അപ്പോൾ ബാക്കി ചെയ്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് അടിച്ച് വാരണമല്ലോ. അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ തൊയ്യുന്നത് കൊണ്ട് ചൂല് വേഗം അടിച്ചാൽ തഴഞ്ഞ് തീർന്നു പോകും. അപ്പോൾ വീണ്ടും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, തൽക്കാലം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്തുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അവിടെ തെറ്റത്തായിട്ടൊരു കെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ടെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉള്ള ഫോട്ടോയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.